എന്തു ചന്തമൊരു ചെങ്കതിർക്കരയെഴുന്ന പൂന്തുകിലുടുത്തു വന്നന്തരംഗമതിൽ ബന്ധുര സ്മൃതി ഉണർത്തിടുന്നു പുതുമങ്ക നീ. എന്റെ ആവണി നിനക്കുദാവണി മിനുക്കിടുന്നു പരമോത്സുകം. ചന്ദന കുളിർ പുരണ്ടു പാറി വരുമിന്ദ്രനീല ശലഭവ്രജം. ആധുനിക കാലത്തെ ശ്ലോക രചയിതാക്കളിൽ ശ്രദ്ധേയനായ ആളാണ് ശ്രീ മോഹനൻ മൂലയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശ്ലോക കൃതികളായ മോഹനം, സമ്മോഹനം എന്നിവ ഇറങ്ങിക്കഴിഞ്ഞു. അടുത്ത ഒരു ശ്ലോകകൃതി കൂടി ഇറങ്ങാൻ അണിയറയിൽ തയ്യാറായിരിക്കുകയാണ്. എന്തു ചന്തമൊരു ചെങ്കതിർക്കരയെഴുന്ന പൂന്തുകിലുടുത്തു വന്നു. എന്തൊരു ഭംഗിയാണ്! ചെങ്കതിർക്കരയെഴുന്ന, സൂര്യൻ്റെ ചുവന്ന രശ്മിയാകുന്ന കതിർക്കരയെഴുന്ന ഒരു പൂന്തുകിൽ, ഒരു പുതിയ വസ്ത്രം, നല്ല വസ്ത്രം ഉടുത്ത് വരികയാണ്. വന്ന അന്തരംഗമതിൽ ബന്ധുര സ്മൃതി ഉണർത്തിടുന്നു. എൻ്റെ മനസ്സിലെ ബന്ധുരമായ മനോഹരമായ സ്മൃതികൾ ഉണർത്തിടുന്ന, ബന്ധുര സ്മൃതി ഉണർത്തിടുന്നു പുതുമങ്കനി. യുവതിയായ ഒരു സ്ത്രീയെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ആരാണ്? എൻ്റെ ആവണിയാണ്. ആവണി ഉഷസ്സിനെയാണ് ഇവിടെ പുതുമങ്കയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിനക്കു ദാവണി മിനുക്കിടുന്നു പരമോത്സുകം. നിനക്ക് ഉടുക്കാനുള്ള ദാവണി ഉടുപ്പിട്ടിട്ടുണ്ട്, അതിന് മീതെ ഇടാനുള്ള ദാവണി ഇവിടെ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. പരമോത്സുകം, നല്ല ഔത്സുക്യത്തോടുകൂടി. ചന്ദന കുളിർ പുരണ്ടു പാറി വരും ഇന്ദ്രനീല ശലഭവ്രജം. ചന്ദനക്കുളിർ പുരണ്ട്, ചന്ദന ഗന്ധം അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ തണുപ്പ് പുരണ്ട് പാറി വരുന്ന ഇന്ദ്രനീല ശലഭവ്രജം, ഇന്ദ്രനീല നിറമുള്ള ശലഭങ്ങളുടെ കൂട്ടം നിനക്ക് ദാവണി മിനുക്കുകയാണ്. മനോഹരമായ ഒരു ആവണി ഉഷസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തു ചന്തമൊരു ചെങ്കതിർക്കരയെഴുന്ന പൂന്തുകിലുടുത്തു വന്നന്തരംഗമതിൽ ബന്ധുര സ്മൃതി ഉണർത്തിടുന്നു പുതുമങ്ക നീ. എന്റെ ആവണി നിനക്കുദാവണി മിനുക്കിടുന്നു പരമോത്സുകം. ചന്ദന കുളിർ പുരണ്ടു പാറി വരുമിന്ദ്രനീല ശലഭവ്രജം.